കോഴിത്തോട് പള്ളിപ്പടിയിൽ BSNL ഉൾപ്പെടെയുള്ള പ്രമുഖ മൊബൈൽ സേവനദാതാക്കളുടെ നെറ്റ്വർക്ക് റേഞ്ച് ഇല്ലാത്തത് പ്രദേശവാസികളെ കടുത്ത ദുരിതത്തിലാക്കുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ നെറ്റ്വർക്ക് തേടി അലയേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. നെറ്റ്വർക്ക് ഇല്ലാത്തതുമൂലം റേഷൻ കടകളുടെ പ്രവർത്തനവും അവതാളത്തിലാകുകയാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് റേഷൻ കടകളിലെ ഇ-പേയ്സ് മെഷീനുകൾ പ്രവർത്തനരഹിതമാകുന്നതോടെ വ്യാപാരികളും ഉപഭോക്താക്കളും ഒരുപോലെ വലയുകയാണ്. റേഷൻ വാങ്ങാനെത്തുന്നവർക്ക് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ ഇന്റർനെറ്റ് അത്യാവശ്യമാണെന്നിരിക്കെ സിഗ്നൽ ലഭിക്കാത്തതുമൂലം പലപ്പോഴും റേഷൻ വാങ്ങാതെ പലരും മടങ്ങുന്ന അവസ്ഥയുമുണ്ട്. ഇത് വ്യാപാരികളും കാർഡുടമകളും തമ്മിലുള്ള തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പള്ളിപ്പടിയിൽ നെറ്റ്വർക്കുകളൊന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. ജിയോ 5G എടുത്തു, അതിനുശേഷം ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. നിലവിലിപ്പോൾ GPR സംവിധാനത്തിലാണ് ഒരു പരിധിവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ആൾക്കാർ വരുമ്പോൾ റേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് രേഖപ്പെടുന്നുണ്ട് നെറ്റ്വർക്ക് കംപ്ലയിൻറ്റ് കാരണം. ഞങ്ങൾ റേഷൻ മേടിക്കാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് റേഷൻ കൈ പതിപ്പിച്ച് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ BSNL, ജിയോയ്ക്ക് ഒരു ഫോണിനും നെറ്റ്വർക്കില്ല നിലവിൽ. അതായത് ഞങ്ങൾ ഇത് കൃത്യമാസമാകുമ്പോൾ അവരത് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇതിൻ്റെ അതൊരു എന്തെങ്കിലും ഒരു ഫേസ്ബുക്കോ BSNLോ വാട്സപ്പോ എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല. ഇതിങ്ങനെ ചുമ്മാ വട്ടം കറങ്ങി നിൽക്കുന്നതല്ലാതെ കൃത്യമായിട്ട് അവർ 28 ദിവസം എന്ന് പറയാൻ 28 ദിവസം ആയി കഴിയുമ്പോൾ അവരത് കട്ട് ചെയ്യും. ഒരു മണിക്കൂർ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അത്. ഇപ്പോൾ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യം 12 മണിക്ക് ഗവൺമെൻറ് ഇവിടുത്തെ നെറ്റ് ഓഫ് ചെയ്യും. ആ 12 മണിക്കെന്ന് പറഞ്ഞാൽ വെച്ചാൽ നേരത്തെ അത് വന്നു പോയെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ റേഷൻ മേടിക്കാൻ പല ദിവസങ്ങൾ തിരിച്ചു പോകേണ്ട കാര്യം വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം വന്നാലായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇത് കൈയൊന്ന് പതിച്ച് കിട്ടുന്നത്. ഫോൺ വിളിക്കാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കുവാനോ വീടിന് പുറത്തിറങ്ങുകയോ ഉയർന്ന പ്രദേശങ്ങൾ തേടിപ്പോകുകയോ ചെയ്യേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. വീടിനുള്ളിൽ ഒരിടത്തും റേഞ്ച് ലഭിക്കില്ല. അത്യാവശ്യ ഘട്ടത്തിൽ വിളിക്കുവാനോ മറ്റും പോലും സാധിക്കാത്ത വിധം ഈ മേഖല ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പള്ളിപ്പടിയെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 ടവർ ഇത് അവിടെ നിങ്ങൾ നോക്കിക്കൂ. പക്ഷേ ഇത് രണ്ടും വർക്കല്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ 2 സിഗ്നൽ അടവിപ്പുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. ഒരു ഫോൺ കോൾ ചെയ്യണമെങ്കിൽ വീടിന് പുറത്തിറങ്ങി ഉയർന്ന പ്രദേശങ്ങൾ തേടി ഓടണം. ഓൺലൈൻ ബാങ്കിങ്ങോ വിദ്യാർത്ഥികളുടെ പഠനമോ ഒന്നും പള്ളിപ്പടിയിൽ സുഗമമായി നടക്കുന്നില്ല. സമീപ പ്രദേശങ്ങളിൽ ടവറുകൾ ഉണ്ടെങ്കിലും പള്ളിപ്പടി ഭാഗത്ത് സിഗ്നലുകൾ എത്തുന്നില്ലെന്നും പരാതിയുണ്ട്. ടവറിലെ ട്രാൻസ്മിറ്ററുകൾ മറ്റ് ദിശയിലേക്ക് തിരിഞ്ഞു വെച്ചിരിക്കുന്നത് മൂലം തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അടിയന്തര ഘട്ടത്തിൽ പോലും ഒരാളെ ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഉള്ളത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് റേഞ്ച് സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെസ്റ്റൂൺ ന്യൂസ്, കോഴിത്തോട്.